അതെന്തിനാണെന്നറിയോ? അങ്ങനെ ഒരു തിരിച്ചുവരവ് ഈ നാടിന്റെ ആവശ്യമാണ്. ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, ഒരു ഫോർവേഡ് ലുക്കിംഗ് കമന്ററിയാണ്. ജയിച്ചതിനും തോറ്റതിനും ഒക്കെ കാരണങ്ങളുണ്ട്. ദ റിയൽ റീസൺസ്. ജയിച്ചവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. തോറ്റവര് ആ റിയൽ റീസൺസ് കണ്ടെത്തുവോ തിരുത്തുവോ എന്നതൊക്കെയാണ് വലിയ ചോദ്യം. അനർഹമായ തോൽവി എന്നൊക്കെ പറയുന്നത് നമ്മൾ പബ്ലിക്കിനോട് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് ഇൻഡയറക്റ്റ് ആയി പറയുന്നത് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ പബ്ലിക്കിന് അതൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് അതൊന്നും മതിയാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ റീസൺസ് കണ്ടെത്തുന്നതിൽ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഭൂതത്തിന് വേണമെങ്കിൽ താനില്ലെങ്കിൽ പ്രളയം എന്നൊരു സ്റ്റാൻഡൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ ഭാവിക്ക് അത് മതിയാവില്ല. അതുകൊണ്ട് ഭാവി വേണം മുന്നിട്ടിറങ്ങി പരാജയത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും തിരുത്താനും ഒക്കെ. ആ തിരുത്തല് വർത്തമാനത്തിൽ മാത്രം മതിയാവില്ല. വർത്തമാനകാലത്ത് തിരുത്തുന്നുണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുത്തുകയും കൂടെ വേണ്ടിവരും. അങ്ങനെ ചെയ്താല് കാറ്റായോ കൊടുങ്കാറ്റായോ ഒക്കെ തിരിച്ചു വരാൻ പറ്റും. അതെന്തിനാണെന്നറിയോ? അങ്ങനെ ഒരു തിരിച്ചുവരവ് ഈ നാടിന്റെ ആവശ്യമാണ്.